വചനം 112 വാക്കർത്ഥം. ഖാല അവൻ പറയും, കം ലബിസ്തും നിങ്ങൾ എത്ര താമസിച്ചു, ഫിൽ അർദി ഭൂമിയിൽ, അദദ സിനീൻ എണ്ണം, കൊല്ലങ്ങൾ, കൊല്ലങ്ങളുടെ എണ്ണം. قال كم لبثتم في الأرض عدد سنين അവൻ അഥവാ അല്ലാഹു പറയും, നിങ്ങൾ ഭൂമിയിൽ എത്രയെണ്ണം കൊല്ലങ്ങൾ താമസിക്കുകയുണ്ടായി. വചനം 113 വാക്കർത്ഥം. ഖാലു അവർ പറയും, ലബിസ്ന ഞങ്ങൾ താമസിച്ചു, പാർത്തു, യൗമൻ ഒരു ദിവസം, ഔ അല്ലെങ്കിൽ ബഅദ യൗമിൻ ഒരു ദിവസത്തിൻ്റെ കുറച്ചു ഭാഗം, ഫസ് അൽ എന്നാൽ ചോദിച്ചു കൊള്ളുക, അൽ ആദീൻ എണ്ണിയവരോട്, എണ്ണം കണക്കാക്കിയവരോട്. قالوا لبثنا يوما أو بعض يوم فاسأل العادين അവർ പറയും, ഞങ്ങൾ ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗമോ താമസിച്ചിട്ടുണ്ടാകും. എണ്ണം കണക്കാക്കിയവരോട് ചോദിച്ചു നോക്കുക, ഞങ്ങൾക്കറിവില്ല. വചനം 114 വാക്കർത്ഥം. ഖാല അവൻ പറയും, ഇല്ലബിസ്തും നിങ്ങൾ താമസിച്ചിട്ടില്ല, ഇല്ലാ ഖലീലൻ അല്പമല്ലാതെ, ലൗ അന്നക്കും നിങ്ങൾ ആയിരുന്നുവെങ്കിൽ, കുൻതും തഅലമൂൻ നിങ്ങൾക്ക് അറിയുമായിരുന്നു എങ്കിൽ. قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون അവൻ പറയും, നിങ്ങൾ അല്പമല്ലാതെ താമസിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ, എന്നാൽ ഈ ദുരവസ്ഥയിൽ നിങ്ങൾ അകപ്പെടുമായിരുന്നില്ല. 112 മുതൽ 114 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഇഹലോക ജീവിതത്തെ സർവപ്രധാനമായി ഗണിച്ചുകൊണ്ട് പരലോകത്തെ നിഷേധിക്കുകയും അവഗണിക്കുകയും ചെയ്ത അവിശ്വാസികളോട് നരകത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില ചോദ്യങ്ങളും അടക്കവയ്യാത്ത സങ്കടത്തോടുകൂടി അതിന് അവർ നൽകുന്ന മറുപടിയുമാണിത്. ഭൂമിയിൽ നിങ്ങൾ എത്ര വർഷം താമസിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് ഒരു ദിവസമോ അതിൻ്റെ അംശമോ താമസിച്ചിരിക്കുമെന്നാണ് അവരുടെ മറുപടി. പരലോക ജീവിതത്തിൻ്റെ അറ്റമില്ലാത്ത കാലദൈർഘ്യവും അനുഭവിക്കേണ്ടി വരുന്ന അസഹ്യമായ കാഠിന്യങ്ങളും കണ്ടപ്പോൾ ഐഹിക ജീവിതത്തെ അതുമായി താരതമ്യപ്പെടുത്തുന്ന പക്ഷം അത് കേവലം അങ്ങേയറ്റം പരിമിതമായിരുന്നുവെന്ന് അവർ സമ്മതിക്കുന്നു. മനുഷ്യരുടെ നന്മതിന്മകളെല്ലാം എഴുതി രേഖപ്പെടുത്തിയിരുന്ന മലക്കുകൾക്കോ മറ്റോ അല്ലാതെ ഞങ്ങൾക്കത് ശരിക്കറിഞ്ഞുകൂടാ എന്നും അവർ പറയുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യുത്തരം ഇതാണ്, ശരി, അവിടെ കുറഞ്ഞകാലം മാത്രമേ നിങ്ങൾ വസിച്ചിട്ടുള്ളൂവെന്നത് നേരാണ്. ആ ജീവിതം ഇത്രയും നിസ്സാരമാണെന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ശാശ്വതമായ കഠിന ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാകുമായിരുന്നില്ല. ആ അല്പകാല ജീവിതം നിങ്ങൾ പാഴാക്കിക്കളഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഈ കാലാകാല ജീവിതമത്രയും നിങ്ങൾ അപകടത്തിലാക്കിയിരിക്കയാണ്. ഖബറുകളിൽ വച്ചുണ്ടാകുന്ന ശിക്ഷയെ നിഷേധിക്കുന്ന ചിലർ ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനെ സംബന്ധിച്ച് സൂറത്തിന് ശേഷം കൊടുത്തിട്ടുള്ള പ്രത്യേക വ്യാഖ്യാനക്കുറിപ്പിൽ വിവരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.